ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഡിറ്റ് കൃത്യമല്ലാത്തതിനെ വിമർശിച്ച ഹൈക്കോടതി 2020 മുതൽ 2021 വരെ വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും കണക്കുകൾ സൂക്ഷിക്കാൻ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. വരവ് ചെലവ് കണക്ക് കൃത്യമായി എന്തുകൊണ്ട് നൽകാനാവുന്നില്ലെന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, ഏത് കേസിലാണ് ഈ കോടതിയുടെ നിർദ്ദേശം? ഇന്നലെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരുന്നു. ജിംസ് ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് ഹർജി പരിഗണിച്ചത്. അത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് കൃത്യമല്ല എന്നുള്ളത് ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡ് കൃത്യമായി കണക്കുകൾ നൽകുന്നില്ല, അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന കാര്യം. അപ്പോ ഓഡിറ്റ് വിഭാഗത്തിലെ ജീവനക്കാർ അടക്കം ഇന്ന് ഹാജരാകണമെന്ന് നിർദ്ദേശം കോടതി നൽകിയിരുന്നു. ഇന്ന് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ഓഡിറ്റ് വിഭാഗത്തിലെ ജീവനക്കാരും AG അടക്കമുള്ളവരും ഇന്ന് കോടതിയിൽ നേരിട്ട് അക്കൌണ്ടന്റ് ജനറൽ അടക്കമുള്ളവരും കോടതിയിൽ നേരിട്ട് ഹാജരാവുകയുണ്ടായി. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി അതിനകത്ത് നടത്തുന്നത്. മാത്രമല്ല, രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ദേവസ്വത്തിന്റെ കണക്കുകളിൽ ഗുരുതരമായ പോരായ്മകളുണ്ട് എന്നാണ് ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചത്. ദേവസ്വത്തിന്റെ സ്വത്ത് ദേവന്റേതാണ്, അത് നോക്കാനുള്ള ചുമതലക്കാർ മാത്രമാണ് അവർ. ഈ ദേവസ്വം സമിതി എന്നുള്ളത് അവർ വിശ്വസ്തരാണ്, കാവൽക്കാരാണ്, അത്രയുള്ളൂ അവർക്ക്. ദേവസ്വത്തിന്റെ സ്വത്ത് ദേവന്റേതാണ് എന്നു കൂടി കോടതി പറയുകയുണ്ടായി. ദേവസ്വത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ ഓഡിറ്റ് അനിവാര്യമാണ് എന്നാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അടിയന്തര പരിഷ്കരണം വേണം എന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. വാർഷിക കണക്കുകൾ അന്തിമമാക്കുന്നതിൽ കാലതാമസം ഉള്ളതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. 65 ബാങ്ക് അക്കൌണ്ടുകളിൽ 37 എണ്ണം സജീവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ കുറവ് ഓഡിറ്റിന് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ ഓഡിറ്റിംഗിനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറും ഓഡിറ്റ് ലോഗിനും ശുപാർശ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിനകം സ്വീകരിച്ച നടപടികൾ കോടതി അറിയിക്കണമെന്നുള്ളതാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 1 രൂപയായാലും 10 രൂപയായാലും 1 കോടി രൂപയായാലും അതിന് കണക്കുകൾ കൃത്യമായിരിക്കണം എന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു.